വളരെ ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനത്തിലാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സംവിധാനമെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെയുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥലത്തേക്ക് എത്തും. അവിടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കാർ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു. പക്ഷേ നിസ്സാര പരിക്കേ ഉള്ളൂ. ആരോഗ്യവകുപ്പ് മന്ത്രിയും അവിടേക്ക് എത്തിച്ചേരും. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 486 പേരെ നമുക്ക് 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ സാധിച്ചു. അവരെ മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 150-150 ആളുകളുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മരിച്ചവരിൽ 21 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന വാർത്ത കൂടി എത്തുന്നു. 100ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. വിവിധയിടങ്ങളിൽ ഉറ്റവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മുബഷീർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, ധാരാളം രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വീടല്ലാതെ മറ്റേതെങ്കിലും ഇടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായ വിവരങ്ങൾ നമുക്കുണ്ടോ? അവിടെ നിന്നും നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഒരു നിമിഷം, ഇപ്പോൾ വിഭീഷണ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഭീഷണ, ആരെയാണ് തിരയുന്നത്? വിഭീഷണ, നമസ്കാരം, കേൾക്കാമെങ്കിൽ? കേൾക്കുന്നുണ്ട്. പറയൂ വിഭീഷണ, ആരെയാണ് തിരയുന്നത്? എന്റെ അമ്മമ്മയും പിന്നെ എന്റെ 2 അനിയന്മാരും മിസ്സിംഗ് ആണ്. അനിയന്മാര് സ്വന്തം അനിയന്മാരാണോ? അല്ല, എന്റെ മാമന്റെ മക്കളാണ്. എന്താ അമ്മമ്മയുടെ പേര്? അമ്മമ്മയുടെ പേര് രാജമ്മ. എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? മുണ്ടക്കയിലായിരുന്നോ? അല്ല, സ്കൂൾ റോഡിലായിരുന്നു താമസിച്ചത്. അവരുടെ കൂടെയുള്ള ഒരു മോനെ കിട്ടി. മോനെ ആശുപത്രിയിലുണ്ടോ മോൻ? അവരിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ചൂരൽമലയിലാണോ താമസിച്ചിരുന്നത് രാജമ്മ? അതെ അതെ, ചൂരൽമല സ്കൂൾ റോഡിലാണ് താമസിച്ചത്. ചൂരൽമല സ്കൂൾ റോഡിൽ താമസിച്ച രാജമ്മയും 2 മക്കൾ, ഇനി 2 പേരുടെയാണോ കാണാനുള്ളത്? 2 പേര്. അവരുടെ പേര് കൂടി ഒന്ന് പറയാമോ? ഒരു 3 വയസ്സുള്ള മോന് തേജു. തേജു. പിന്നെ ഒരു 7 വയസ്സുള്ള ഷാൻ. 7 വയസ്സുള്ള ഷാൻ. ഓക്കെ, ഈ വിവരങ്ങൾ ഞങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ പറയാം കേട്ടോ. ഒന്ന് കണ്ടുകൊണ്ടിരുന്നോളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തിരിച്ചു വിളിച്ച് അറിയിക്കും. താങ്ക് യു വിഭീഷണ. ഓക്കെ, വിഭീഷണയുടെ അമ്മുമ്മ രാജമ്മയും ഒപ്പം തേജുവിനെയും ഷാനിനെയുമാണ് കണ്ടെത്തേണ്ടത്. ഹെൽപ്പ് ഡെസ്ക് ശ്രദ്ധിക്കുക. ആ പേരുകൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. അമ്മുമ്മയുടെ പേര് രാജമ്മ, 3 വയസ്സുള്ള തേജു, 7 വയസ്സുള്ള ഷാൻ. ഏറെ ആശ്വാസകരമായ വാർത്ത. ആ കുടുംബത്തിലെ മറ്റൊരു കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമുക്ക് ഇപ്പോൾ ജീവനോടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചികിത്സയിലാണ് ആ കുഞ്ഞ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന വാർത്തയാണ്.